അപ്പൊ നമ്മള് കോഴിക്കോടാണുള്ളത്. നല്ലൊരു അടിപൊളി ഊണ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഊണ് ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ. പക്ഷെ അതെല്ലാം നമ്മൾ കഴിക്കാൻ പോകണം കേട്ടോ. 70 രൂപയ്ക്ക് നല്ല ചിക്കനും നെയ്ച്ചോറും. എന്താ സ്ഥലത്തിന്റെ പേര് അമ്മേ? കോഴിക്കോട് കോട്ടുപള്ളിയാണ് സ്ഥലം എന്ന് പറയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ചെറുകോട്ട് താഴെ. ഇപ്പൊ ആരൊക്കെ കൂടിയിട്ടാണ് ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഇതിപ്പോ ഒന്ന് മോളാണ്, ഒന്ന് മരുകളാണ്, ഒന്ന് മോനാണ്. പിന്നെ ആ 2 പെണ്ണുങ്ങളും നമ്മള് പുറത്ത് വേറൊരു പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പെണ്ണുങ്ങൾ, വേറെ ആരും ഇല്ല. അപ്പൊ എത്ര മണിക്ക് തുടങ്ങും നമ്മൾ പരിപാടി? 11 മണിയാകുമ്പോഴേക്കും എല്ലാം റെഡി ആവും. പിന്നെ കഴിയുന്നത് വരെ കഴിയുന്നവരെ പിന്നെ ഇവര് വെറുതെ കുത്തിരിക്കും കുറെ നേരം. അതെ, പിന്നെ ഉച്ചയാവുമ്പോഴേക്കും ആള് വന്ന് തിരക്ക് കൂട്ടിയിട്ട് സീറ്റ് ഇല്ലാണ്ട് വൈകിച്ചു. ആള് തിന്നുന്നതിന് വേക്കിലും വൈകിലൊക്കെ കുത്തിരിക്കും. അത്ര തിരക്കാണ്. പക്ഷെ കുറച്ച് നാളല്ലേ തുടങ്ങിയിട്ടുള്ളൂ. 2 മാസം. ദൂര സ്ഥലത്ത് നിന്നൊക്കെ ആള് വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട സംഗതി. അപ്പൊ എല്ലാരും പറയും എത്ര ദൂരത്താണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. നിലനിന്ന് പോണം, അത്രേ വേണ്ടിയുള്ളൂ. നിലനിന്ന് പോണം. അപ്പൊ ലാഭം വേണ്ടേ? ലാഭം വേണം. അത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കേ വരുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ 40 റുപ്യന്റെ ചോറിൽ ഒരു ലാഭം ഉണ്ടാവില്ല. ഇല്ല. അപ്പൊ കുറച്ച് കൂടുതൽ ചോറ് പോകുമ്പോ ലാഭം കിട്ടും. പിന്നെ നമുക്ക് ചില്ലറ പൈസ എല്ലാം കൊടുത്ത് പിന്നെ സാധനമൊക്കെ വാങ്ങി വരുമ്പോഴേക്കും സാധനങ്ങൾക്കും വില കൂടിയില്ല. മീനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പൊ ലാഭമല്ല, പിന്നീട് ലാഭം ഉണ്ടാവട്ടെ. ഇപ്പൊ കുറഞ്ഞ മോനും ഉണ്ട്. നിങ്ങൾ മോന് ആണ് ഇപ്പൊ കൺട്രോൾ. എന്താ മോന്റെ പേരെന്താ? അജിത്തേട്ടനാട്ടോ. പുറകിലുണ്ട് അജിത്തേട്ടനാണ് എല്ലാം. അജിത്തേട്ടനെല്ലാം അങ്ങനെ നോക്കി നടന്ന് അല്ലേ അജിത്തേട്ടാ? പിന്നെ അജിത്തേട്ട ഒരു കാര്യം കൂടി നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു. ഇതിന്റെ മോൾ എന്താ സംഭവം? കുട്ടികൾക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി, പേയിങ് ഗസ്റ്റ് പോലെ ഇതിന്റെ മോള് താമസിക്കുകയും ചെയ്യാൻ താഴെ നല്ല ഫുഡ് കഴിക്കാം. അപ്പൊ ഇവിടെ ഈ ഭാഗത്തൊക്കെ താമസിക്കാനുള്ള പെൺകുട്ടികൾക്ക് കൊടുക്കുള്ളൂ. പെൺകുട്ടികൾക്ക് ഇവിടെ വന്ന് താമസിക്കാട്ടോ. അതിനുള്ള സൗകര്യം കൂടി ഉണ്ട്. അപ്പൊ ഫുഡൊക്കെ റെഡിയാണ്, ഇനി കഴിച്ചാൽ മതി അല്ലേ? അപ്പൊ നമ്മള് ഓർഡർ ചെയ്തത് നെയ്ച്ചോറ് അല്ലേ? നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടി. ഇതാണ് ചിക്കൻ കറി. ഇതിന്റെ കൂടെയുള്ള ഐറ്റംസുകളാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളെ അച്ചൂസിലെ നെയ്ച്ചോറാണ് കേട്ടോ. ഒരു പ്ലേറ്റ് നെയ്ച്ചോറ് കണ്ടില്ലേ? ഈ നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടി 70 രൂപയാണ് വില. ഈ നെയ്ച്ചോറും നമ്മളെ ചിക്കൻ പാർട്സ്. ഈ ചിക്കൻ പാർട്സിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, ഈ മുട്ടക്കോഴിന്റെ ചിക്കൻ പാർട്സ് ആണ്. അതിൽ മുട്ടയൊക്കെ കിട്ടും, ഭാഗ്യം പോലെ ഉണ്ടാവും. അതിന് 80 രൂപ. പിന്നെ 3 പീസ് ചിക്കൻ പൊരിച്ചത്, അതിന് 60 രൂപ. അപ്പോൾ ഒരു ബഡ്ജറ്റ്ലി ലെവലിലാണ് ഇതെല്ലാം കൊടുക്കുന്നത്. അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാം. ഇത് സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ വില ചെറിയതായിട്ട് എനിക്ക് തോന്നുന്നു വ്യത്യാസം വരും തോന്നുന്നുണ്ട്. നല്ല കട്ടി തൈര്, അച്ചാറ് എല്ലാം ചേർത്തിട്ട്. നല്ല ചിക്കൻ പൊരിച്ച പീസ്. ഒരു കുറഞ്ഞ പൈസയിൽ നല്ല അന്തരീക്ഷത്തിൽ ഒരു ഹോം മെയ്ഡ് സെറ്റപ്പ് ചെയ്യുന്ന ഫുഡ് കഴിക്കാം. ഇതെൻ്റെ സ്പെഷ്യൽ സംഭവം. ചിക്കൻ പാർട്സ് പൊതുവെ എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമുള്ളൊരു സാധനമല്ല. പക്ഷേ കോഴിക്കോട് ഒരുപാട് സ്ഥലത്ത് ഈ ചിക്കൻ പാർട്സ് ഉണ്ട്. നല്ല കിടിലൻ മസാല കേട്ടോ ഇതിൻ്റെ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ചിക്കൻ പാർട്സിന് വേണ്ടിയല്ല, ചിക്കൻ പീസുകളൊക്കെ ഉണ്ട്. ഐ മീൻ പാർട്സ് മാത്രമല്ല. ഈ ഡെയിലി ജോലി ഒക്കെ ബന്ധപ്പെട്ട് യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അടിപൊളി സെറ്റപ്പ്. ഞാൻ അത്യാവശ്യം തിരക്ക് തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ അച്ചൂസിലെ വിശേഷങ്ങൾ. അച്ചുവേട്ടൻ്റെ ഹോട്ടൽ അടിപൊളി നന്നായിട്ടുണ്ട്. നെയ്ച്ചോറുന്നൊക്കെ ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാം. 70 റുപ്യക്ക് നല്ല തൃപ്തിയാണ് സംഭവം. അപ്പോൾ നമ്മൾ കഴിച്ച് തീർക്കട്ടെ, ഇനി ആൾക്കും കഴിക്കണ്ടേ? അപ്പോൾ ടാറ്റ ഓടിക്ക് അതുകൊണ്ട് നോക്കിയിട്ട് മൂപ്പര് കഴിക്കാൻ പോവാ.
തൈര് അടിപൊളിയാണ് കേട്ടോ. ഉപ്പ് തൈര്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ.